ബ്ലെൻഡറിൽ എങ്ങനെ പാർട്ടിക്കിൾ സിസ്റ്റം യൂസ് ചെയ്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ വ്യൂ പോർട്ടിൽ 2 ട്രീ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഔട്ട്ലൈനറിൽ ഒരു പുതിയ കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന് ഞാൻ ട്രീ എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഈ 2 ട്രീ ഒബ്ജക്റ്റും അതിലോട്ട് മൂവ് ചെയ്തിടുന്നു. എന്നിട്ട് ഒരു പുതിയ കളക്ഷനോടെ ക്രിയേറ്റ് ചെയ്ത് അതിന് ഞാൻ ഗ്രൗണ്ട് എന്നും പേര് കൊടുക്കുന്നു. എന്നിട്ട് വ്യൂ പോർട്ടിൽ ഗ്രൗണ്ടിനായിട്ട് ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്യുന്നു. അതിൻ്റെ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സ്കെയിൽ ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പ്ലെയിനിലാണ് നമ്മൾ പാർട്ടിക്കിൾ സിസ്റ്റം ആഡ് ചെയ്തത്. അതിനായിട്ട് ആ പ്ലെയിൻ സെലക്ട് ചെയ്ത് പാർട്ടിക്കിൾ ഓപ്ഷനിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പാർട്ടിക്കിൾ സിസ്റ്റം ഞാൻ ആഡ് ചെയ്യുന്നു. ഇവിടെ ഹെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ എമിഷൻ സെറ്റിംഗ്സിൽ തൽക്കാലം ഞാൻ ഒരു 100 കൊടുക്കുന്നു. എന്നിട്ട് ഈ അഡ്വാൻസ് ഓപ്ഷനോട് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ റെൻഡർ ആസ് കളക്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇൻസ്റ്റൻസ് കളക്ഷൻ ആയിട്ട് നമ്മുടെ ട്രീയുടെ കളക്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് ആ ഒരു ഹെയർ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ആ ഒരു ട്രീ കളക്ഷൻ അവിടെ വന്നത് കാണാൻ പറ്റും. എന്നിട്ട് ഒബ്ജക്ട് സ്കെയിൽ, ഒബ്ജക്ട് റൊട്ടേഷൻ, പിക്ക് റാൻഡം എന്നീ ഓപ്ഷനൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ഇതിന്റെ സ്കെയിൽ ഒരു 0.1 കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു സ്കെയിൽ റാൻഡംനെസ് ഒരു 0.5 കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റാൻഡം ആയിട്ട് ഇതിന്റെ സ്കെയിൽ മാറിക്കൊണ്ടിരിക്കും. വേണേൽ നമുക്ക് സ്കെയിൽ കൂട്ടണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ട്രീ എല്ലാം ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കളക്ഷൻ നമുക്ക് അതിന് ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു കളക്ഷനിൽ വരുന്ന ട്രീ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പ്ലെയിന് താഴെ കൊണ്ടുവരുന്നു. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ പാർട്ടിക്കിൾ സിസ്റ്റം കറക്റ്റ് ആവുന്ന ആക്സിസിൽ നിർത്തുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ടീക്ക് ചെയ്ത് നമുക്ക് കുറച്ച് റാൻഡം ആയിട്ടുള്ള ട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇതിന്റെ നമ്പർ, സീഡ് ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കാം. ആൾസോ ഇതിന്റെ റൊട്ടേഷൻ എനേബിൾ ചെയ്തിട്ട് ഈ ഒരു ഫേസും റാൻഡമൈസ് ഫേസ് ഒക്കെ ട്രൈ ചെയ്യാം. നമുക്ക് ഏതാണോ ബെറ്റർ റിസൾട്ട് എന്ന് ഫീൽ ചെയ്യുന്നത് അവിടെ നിർത്തുക. ഇത് നമുക്ക് ഇതിനകത്ത് ഫിസിക്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും എനേബിൾ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ സോഴ്സിൽ എമിറ്റ് ഫ്രം ഫേസ് ആണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ അത് മാറ്റി വെർട്ടിസസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഈ 4 വെർട്ടിസസിൽ നിന്ന് ഈ ഒരു ട്രീ എമിറ്റ് ചെയ്യും. കാര്യം ഒരു സിംഗിൾ ഫേസ് മാത്രമേ ഉള്ളതുകൊണ്ട് ആ ഫേസിന് 4 വെർട്ടിസ് ആണുള്ളത്. ഇപ്പൊ നമുക്ക് ഈ ഫേസ് ഇനി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് മോഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് സബ്ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ സബ്ഡിവൈഡ് ചെയ്ത സമയത്ത് കണ്ടോ, ഇതിനകത്തുള്ള എല്ലാ വെർട്ടിസസിലും നമുക്ക് ട്രീ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ റാൻഡം ഓർഡർ എന്നുള്ളതൊന്ന് അൺചെക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ വെർട്ടിസസിലും ട്രീ കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ട്രീസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെർട്ടിസസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യാനും പറ്റും.